നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ആശയങ്ങൾ എഴുതി അയക്കാമെന്നൊരൊറ്റ പറച്ചിലിന് ശേഷം 100 കണക്കിന് വരികളാണ് കമൻറ്റ് ബോക്സിലേക്ക് പെയ്തിറങ്ങിയത്. ഓരോന്നും വായിക്കുന്ന സമയത്ത് ഈ ആശയങ്ങളെല്ലാം ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോവും. ചിലരൊക്കെ 4ഉം 5ഉം കോട്ടുകളാണ് കുറിച്ചയച്ചത്. ലതാ അനിലിൻ്റെ വരികൾ വായിച്ചു. പണ്ട് പുതുപ്പള്ളിയിൽ ഞാനൊരു പരിപാടിക്ക് ചെന്നപ്പോൾ ഒരു പുസ്തകം സമ്മാനിച്ചതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ലതാ അനിൽ തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ താഴെ മനസ്സിൽ കുറിച്ച് വെക്കേണ്ട 4 ആശയങ്ങളുണ്ട്. അതിഗംഭീരമാണ്. ഒന്നാമത്തേത് ഇങ്ങനെയാണ്, സ്വയം മനസ്സിലാക്കലിനെ കുറിച്ചാണ്. അതിങ്ങനെയാണ്: വായിച്ചു, വളർന്നില്ല, വീണ്ടും വായിച്ചു, വളർന്നില്ല, ഒടുവിൽ മനസ്സിലായി ഞാൻ എന്നെ മാത്രം വായിച്ചില്ലല്ലോ എന്ന്. കുഞ്ഞുണ്ണി മാഷുകളുടെ കുഞ്ഞു കവിതകളെ പോലെ വായിക്കുന്ന ഒരു സുഖം അല്ലേ? ലതാനിലിൻ്റെ ഓരോ ആശയങ്ങളും വായിച്ച സമയത്ത് അടുത്തത് അതിഗംഭീരമാണ്. നൊന്തു പുളയാത്തൊരു വറ്റും വെന്തിറങ്ങില്ല. സൂപ്പർ അല്ലേ? സഹനങ്ങൾക്കൊടുവിൽ മാത്രമേ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരൂ എന്ന് പറയാൻ ഇതിലും മനോഹരമായി എങ്ങനെയാണ് സാധിക്കുക? പണ്ട് അച്ഛൻ പറഞ്ഞു തന്നൊരു കഥയാണ് മനസ്സിലേക്ക് കയറി വന്നത്. പരീക്ഷയ്ക്ക് പഠിക്കാനായി ഉറക്കം വിളിച്ച് തളരുമ്പോൾ, മാജിക് പഠിക്കുന്ന കാലത്ത് രാത്രിയും പകലും ഒരേ വിദ്യ തന്നെ പരിശീലിച്ച് തളർന്നു കിടക്കുമ്പോൾ അച്ഛൻ ആ കഥ പിന്നെയും പറഞ്ഞു തരും. തീ എരിയുന്ന 3 അടുപ്പുകളാണ്. ഓരോന്നിലും വെള്ളമുള്ള ഓരോ മൺകുടങ്ങൾ വെച്ചു. ഒന്നാമത്തെ കുടത്തിലേക്ക് ഉരുളക്കിഴങ്ങും, രണ്ടാമത്തതിലേക്ക് കോഴിമുട്ടയും, മൂന്നാമത്തതിലേക്ക് കുറേ കാപ്പിക്കുരുക്കളും ഇട്ടു. വെള്ളം വെട്ടിത്തിളക്കിയാണ്. 3ഉം അതിൽ കിടന്ന് നൊന്ത് പുളയുകയാണ്. അവസാനം എന്തായി? കഠിന ഹൃദയനായ ഉരുളക്കിഴങ്ങ് മൃദുഹൃദയനായി, ഉള്ളിൽ ഒരു ഉറപ്പുമില്ലാതിരുന്ന മുട്ട കട്ടിയായി, കാപ്പിക്കുരുവാണെങ്കിലോ ആ വെള്ളത്തിൻ്റെ മൊത്തം നിറത്തെയും മാറ്റിമറിച്ച് ആ മുറി മുഴുവൻ അതിൻ്റെ സൗരഭ്യം പരത്തി അലിഞ്ഞില്ലാതായി. ലക്ഷ്യങ്ങൾ എന്തോ ആവട്ടെ, 3നും ആ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ ആ സഹനം ആവശ്യമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത്, ഓരോ സഹനങ്ങൾക്കും അപ്പുറത്ത് സന്തോഷവും സമാധാനവും എവിടെയൊക്കെയോ നമ്മളെ കാത്തിരിപ്പുണ്ട് എന്നാണ്. എന്തെല്ലാം സഹിച്ചാണ് എത്രയോ ആളുകൾ ജീവിച്ചു പോകുന്നത് അല്ലേ? അടിച്ചമർത്തലിൻ്റെ, അവഗണനയുടെ, അവജ്ഞയുടെ, ആക്ഷേപിക്കലിൻ്റെ, അങ്ങനെ എന്തൊക്കെ നേരിടണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ. അതൊക്കെ നേരിട്ട് കൊടും ചൂടിൽ ഇങ്ങനെ തിളച്ചു മറിയുന്ന സമയത്ത് ഒന്നുകിൽ നമ്മുടെ മനസ്സ് മുട്ടയെപ്പോലെ അങ്ങ് കട്ടിയാവും, അഥവാ കിഴങ്ങിനെ പോലെ മൃദുവാവും, അല്ലെങ്കിലോ അല്പം പേർക്കെങ്കിലും ആശ്വാസമായി കാപ്പിക്കുരുവിനെ പോലെ സൗരഭ്യം പരത്തി അലിഞ്ഞ് അപ്രത്യക്ഷരാവും അല്ലേ? മനസ്സിനെ തൊട്ടുണർത്തിയ ഒരു കഥയുണ്ട്. കാട് കത്തി അമരുകയായിരുന്നു. ആകാശം മുട്ട തീ ആളിപ്പടരുന്നതൊന്നും വകവയ്ക്കാതെ തൊട്ടടുത്ത തടാകത്തിൽ നിന്ന് തൻ്റെ കുഞ്ഞിക്കൊക്കിലാകാവുന്നത്ര വെള്ളവും ശേഖരിച്ച് ഒരു കുഞ്ഞു പക്ഷി ആ തീ അണയ്ക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കൊക്കിലൊതുക്കിയ വെള്ളം തീയിലേക്കൊഴിക്കുന്നു, വീണ്ടും തടാകത്തിൽ പോയി കൊക്കിൽ വെള്ളം നിറയ്ക്കുന്നു, വീണ്ടും പറന്നു വന്ന് തീയിലേക്കൊഴിക്കുന്നു. അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കാട്ടിലകപ്പെട്ട മറ്റു മൃഗങ്ങളെയൊന്നും തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ ഒരു കുറുക്കൻ തൻ്റെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്ന സമയത്ത് ഈ കാഴ്ച കണ്ടു. കുറുക്കൻ ആ കുഞ്ഞുക്കിളിയോട് വിളിച്ചു ചോദിച്ചു, കൊക്കിലൊതുക്കിയ ഇത്തിരി വെള്ളം കൊണ്ട് ഈ തീ അണയ്ക്കാൻ ശ്രമിക്കുന്ന നീ എന്തൊരു വിഡ്ഢിയാണ്? തടാകത്തിലേക്ക് വീണ്ടും ധൃതി കൂട്ടി വെള്ളമെടുക്കാൻ പറക്കുന്നതിനിടെ കുഞ്ഞുക്കിളി തിരിച്ചു ചോദിച്ചു, ഞാൻ അത്രയെങ്കിലും ചെയ്യുന്നു, നീ എന്ത് ചെയ്യുന്നു? ചിലരുടെ വരികൾ, പലരുടെ കഥകൾ.